കാടിനെ അല്ല, കാട് കയറി വരുന്നവരെയാണ് പേടിക്കേണ്ടത്. കേട്ട് മറന്ന ഈ വരി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ തിയേറ്ററിലേക്ക് കയറി ചെന്നാൽ മതി. ഒരാളോടല്ല, ഒരു സമൂഹത്തോട് ചെയ്ത ചതിയുടെയും വഞ്ചനയുടെയും ഡെപ്ത് അതിന്റെ തീവ്രതയിൽ മനസ്സിലാക്കി തന്ന സിനിമ. എബിൻ ജോസഫിന്റെ സ്ക്രിപ്റ്റ്, അനുരാജ് മനോഹറിന്റെ ഡയറക്ഷൻ, ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം, ചേരൻ, പിന്നെ സ്ക്രീനിൽ വന്നുപോയ ഓരോരുത്തരും മറക്കാൻ പറ്റാത്ത രീതിയിൽ തന്ന പെർഫോമൻസ് ഉള്ള സിനിമ നരിവേട്ട. വാക്ക് പാലിക്കുക എന്നതാണ് ജനാധിപത്യം എന്ന എൻ കാർഡ് സ്ക്രീനിൽ വരുമ്പോൾ ടൊവിനോയുടെയും നമ്മുടെയും മുഖത്ത് കണ്ട സാറ്റിസ്ഫാക്ഷൻ ഇന്നും കിട്ടാത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കാടുകളും മലകളും ആദിവാസികളുടേതാണെന്ന് നമ്മൾ ഒരുപാട് കഥകളിലും കവിതകളിലും വായിച്ചിട്ടുമുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതൊക്കെ ഇപ്പോഴും കടലാസുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് 22 വർഷത്തിലധികമായി അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. കേരള ഹിസ്റ്ററിയുടെ തന്നെ ഭാഗമായ പോരാട്ടത്തിന്റെ റിയൽ ഇൻസിഡന്റ് ആണ് നരിവേട്ട. ആ പോരാട്ടത്തിന്റെ ഇന്റൻസിറ്റി അതേപോലെ തന്നെ കാണിച്ചു തന്ന സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നീഡ് മച്ച് അപ്രീസിയേഷൻ. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ്, ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ ദ കാസ്റ്റിംഗ്. ഐ വുഡ് സേ ഈ ഫാക്ടേഴ്സ് എല്ലാം മെയ്ഡ് ദിസ് ഫിലിം എ ടോപ്പ് നോച്ച് വർക്ക്. ഒരു സമൂഹത്തോട് ചെയ്ത ചതിയുടെയും വേട്ടയുടെയും കഥ മറന്നുപോയവരെ ഓർമ്മിപ്പിച്ചതിന്, അറിയാത്തവർക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി.